ചേച്ചി ആയോ? 10 മിനിറ്റ് താമസമുണ്ട്. ഇനി 10 മിനിറ്റോ? പന്ത്രണ്ടര ആവാനുള്ള കാത്തിരിപ്പാ. 12:30 തുറക്കുള്ളൂ. വല്ലാത്തൊരു കാത്തിരിപ്പ്. വിശക്കുന്നു. കേറിയിരുന്നോ? വല്ലാത്തൊരു കാത്തിരിപ്പ് പോയി. വിശന്നാണ് നിൽക്കാനും വയ്യ. ഞങ്ങള് സ്റ്റാഫ് കുറവാ. എത്ര തരും കൂലി? ചിരി മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാ മീൻ ഐറ്റം എന്തൊക്കെയാ ചേച്ചി? മീനാ? ആ, ഇത് കരിമീനോ? ഇത് മുള്ളൻ. മുള്ളൻ. കരിമീനുണ്ട്. കരിമീൻ വറുത്തിട്ട് ഒരു 10 കൂട്ടം മീനുണ്ടാവും ഡെയിലി. അപ്പൊ മീനുണ്ടാവും. മീൻ്റെ ഒരുപാട് വിലയുള്ളതല്ല കേട്ടോ, സാധാ രീതിയിലുള്ള. പിന്നെ നെയ്മീനൊക്കെ എടുക്കും. അല്ലെങ്കിൽ ഊണ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലേ? എപ്പോഴും ഊണ് മാത്രം. ഈ തുടക്കം എങ്ങനെയായിരുന്നു? വലിയ സെറ്റപ്പിലായിരുന്നു അല്ലെങ്കിൽ കുറെ ഐറ്റം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു മീൻ ചാള വറുത്തത് മാത്രം. ചാള വറുത്തത് മാത്രം. 35 രൂപ ചോറിന്. 15 രൂപ ചാള വറുത്തത്. അല്ല, ഇപ്പൊ സെലിബ്രിറ്റീസ് പിന്നെ ആരൊക്കെ വന്നേ? മഞ്ജു ചേച്ചി മഞ്ഞന്ന് വന്നിരുന്നു അല്ലേ? 4 പ്രാവശ്യം വന്നപ്പോ. ഉച്ചയ്ക്ക് 12:30 ആവാൻ ആൾക്കാർ കാത്തിരുന്ന് ചുമ്മാ ഒന്നുമല്ല. ഇത് കണ്ടില്ലേ, നമ്മുടെ മലയാള സ്വന്തം മഞ്ജു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെ. അതുപോലെ തന്നെ കുറേ ആക്ടേഴ്സ് കണ്ടു ഇവിടെ. സുധീഷേട്ടനുണ്ട്, പിന്നെ ബിജു സോപാൻ, അങ്ങനെ നിരവധി പേര്. ഒട്ടുമിക്ക മലയാളത്തിലെ ആക്ടേഴ്സ് മൊത്തം ഭക്ഷണം കഴിക്കാൻ വരുന്ന കട. അതായത് ഗംഭീര ഭക്ഷണം. അതാണ് ഈ കാത്തിരിപ്പ്. വല്ലാത്ത കാത്തിരിപ്പ് അല്ലേ? സെൽഫ് സർവീസാണ്. എല്ലാം ഇങ്ങനെ ടേബിൾ നിരത്തി വെക്കും. കണ്ടോ, കരിമീനും അതുപോലെ തന്നെ മത്തി, അയില, എന്തൊക്കെയോ വിവിധ മീനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചില മീൻ കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ ഏതാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചേച്ചി പറയും ഇതാണ് ആ മീൻ, ഇത് മോത, ഇത് ചെമ്പല്ലി എന്നൊക്കെ പറയും. അപ്പോൾ വേണ്ട മീൻ സെലക്ട് ചെയ്യാം, നമുക്ക് എടുത്ത് കൊണ്ടുപോകാം. അതായത് എത്ര എടുത്ത് കഴിച്ചോ ഒന്നും ചേച്ചി നോക്കുന്നില്ല. എല്ലാം സെൽഫ് സർവീസ്. എന്നിട്ട് ലാസ്റ്റ് ബില്ലൂടെ പറഞ്ഞാൽ ഞാൻ എന്താ കഴിച്ച്, ഞാൻ അയില കഴിച്ചു അല്ലെങ്കിൽ മത്തി കഴിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതായത് ഒരു പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് കച്ചവടം നടക്കുന്നത്. ഇഷ്ടപ്പെട്ട മീൻ നോക്കി സെലക്ട് ചെയ്യാം. പിന്നെ ഇത് കൂന്തൽ 60 രൂപ ഒരു പ്ലേറ്റ്. ചാളക്ക് വില അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 70-60 നിൽക്കും. രാവിലെ ബീഫ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ബീഫ് ഇങ്ങനെ വരട്ടി കറിവേപ്പിലൊക്കെ ഇട്ട്. ഈ കൊച്ചിയിലെ അറിയപ്പെടുന്ന ഉച്ചയൂണ് കിട്ടുന്ന കട ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും നമ്മുടെ മീച്ചേച്ചിയുടെ വീട്ടിലെ ഊണ്. സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ആ സമയത്ത് കുറച്ച് ലൈനിൽ നിൽക്കേണ്ടി വരും ഭക്ഷണം കിട്ടണമെങ്കിൽ. അത് നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പടി കാണേണ്ടി വരും. പക്ഷേ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാം. എൻ്റെ 3 തരം സൈഡ് അത് കഴിഞ്ഞേരം വാങ്ങി ഇവിടെ വരിക. എന്താ വേണ്ടത് വെച്ചാൽ 2-3 ഐറ്റം നോക്കിയെടുക്കാം. ഒരു മീൻകറി എടുക്കാം അല്ലേ? നെത്തോലി. വാ അത് പക്കാ വീട്ടിലെ ഊണ് തന്നെ അല്ലേ? വെറുതെ അധികം മായങ്ങളൊന്നുമില്ല. വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ചേച്ചി ഉണ്ടാക്കി തരും. ഇത് പ്രോപ്പർ സ്ഥലം ഏരൂരോ? സ്ഥലപ്പേരെന്താ? എരൂര് വന്നിട്ട് കൊഴുത്തുംപള്ളി. കോഴിവെട്ടുംപള്ളി അതാ സ്ഥലം കേട്ടോ. കോഴിവെട്ടുംപള്ളി അവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. വീട്ടിലെ ഊണ് അല്ലേ? വന്നു കഴിഞ്ഞാൽ ഷുഗറായിട്ട് നല്ല അടിച്ച് പൊടിച്ചിട്ട് പോവാം. തൽക്കാലം ഞാൻ കഴിച്ചിട്ട് വിട്ടേക്കട്ടെ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.